എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് ഒരല്പം പുതിനയില എടുത്തിട്ടുണ്ട്. ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, പിന്നെ ഒരു 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു അല്പം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനിയൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മളെടുത്ത പുതിനയില, മല്ലിയില, പച്ചമുളക്, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അധികം പുളിയില്ലാത്ത തൈര് 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഇതാ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അല്പസമയം മാറ്റി വെക്കാം. ഒരു 10-20 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ആ പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ഏലക്ക ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആ മസാലയുടെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് 1 സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് കൂടെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ചാറൊക്കെ കുറുകി കറക്റ്റ് പരുവത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുകയാണ്.